ഹലോ, വെൽക്കം ടു മംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയുള്ളതും ഭംഗിയുള്ളതൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ 4 കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വീടും ഭംഗിയുള്ളതും നല്ല വൃത്തിയുള്ളതും ആയിട്ടിരിക്കും. നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് അൽഹംദുലില്ലാ, മാഷാ അല്ലാ എന്ന്. അപ്പോൾ നമുക്ക് ഉള്ളതിൽ റബ്ബിനോട്, നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ വീഡിയോയും ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ നാമം നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം കേട്ടോ, അൽഹംദുലില്ലാ എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ നടന്നൊരു സമയത്ത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഇക്കാനോട് ചോദിച്ച് എന്താ പാട്, സുഖമല്ലേന്ന്. അപ്പോൾ ഒക്കെ പറഞ്ഞു ആ സുഖമാണ്, അൽഹംദുലില്ലാ, സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നല്ല സമാധാനമാണല്ലോ അല്ലേ എന്ന് പറഞ്ഞു. വിഷമമാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, അത് നമുക്ക് എല്ലാവർക്കും ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിനോട് ഞാനിപ്പോൾ ഫുഡ് കഴിച്ചു, വയറ് നിറയെ ഫുഡ് കഴിച്ചു, പിന്നെ ഞാൻ ഇനി ഉറങ്ങാൻ പോവാണ്, എനിക്ക് നല്ല ഉറക്കമുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല സമാധാനമുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ മുന്നിലേക്ക് ഭക്ഷണം വെച്ചിട്ട് ആ ഭക്ഷണം നോക്കിയിരുന്ന് കഴിക്കാൻ പറ്റാതെ, തൊണ്ടയിലൂടെ ഇറക്കാൻ പറ്റാതെ അസുഖമായിട്ട് എത്രയോ പേരുണ്ട് അല്ലേ. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിയെങ്കിൽ വേദന സഹിച്ച് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഈ 2 കാര്യം നമുക്ക് തന്ന സൃഷ്ടാവിനോട് നമ്മൾ എപ്പോഴും നന്ദി പറയണ്ടേ. ഇല്ലായ്മയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവർക്ക് ഒരു കുഞ്ഞു മോട്ടിവേഷൻ തന്നെയല്ലേ ഇത്. അപ്പോൾ എനിക്ക് തോന്നിയതാട്ടാ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു മോട്ടിവേഷനാണെന്ന്, അതാണ് ഞാൻ ഷെയർ ആക്കിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീട് നമ്മളത് വലുതോ ചെറുതോ എന്നുള്ളതല്ലാട്ട് ഇവിടെ വിഷയം എന്നുള്ളത്, ഏത് വീടും നമുക്ക് ഭംഗിയുള്ളതോടെ നമ്മൾ കൊണ്ടുനടക്കാൻ പറ്റും. അത് വീട്ടമ്മയുടെ കഴിവാണ്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് വീട്ടമ്മക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവ് എന്നുള്ളത് പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇനി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ വീടിൻ്റെ മുറ്റം എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് വീട്ടമ്മയുടെ ഒരു പ്ലാനിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ഗൃഹനാഥന്മാരെക്കാട്ടിലും കൂടുതൽ വീടിൻ്റെ മുക്കും മൂലയും എല്ലാ ഭാഗങ്ങളും അറിയുന്നത് വീട്ടമ്മക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ വൃത്തിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളെ വീട് ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് സെറ്റാക്കി കൊണ്ടുനടക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ഫ്രണ്ടേജിൽ നമ്മൾ ചെറിയൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കട്ടോ, എന്നിട്ട് സെറ്റാകുമോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഭംഗിയുള്ളതാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് വലിയ വീടാവണം എന്നില്ലട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സൗകര്യങ്ങളോ വലിയ വീടോ ആയിരിക്കണം എന്നില്ല. എൻ്റെ വീടിൻ്റെ മുറ്റം ആദ്യം വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ അന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ ആ വീടിൻ്റെ മുറ്റത്ത് ഓരോരോ ഭാഗങ്ങൾ ഞാൻ അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എപ്പോൾ നമ്മുടെ വീട് കണ്ടാലും ഒരു നീറ്റും ക്ലീനും ആയിരിക്കണം എന്നുള്ളത് പുറത്തുനിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് തോന്നണം. അപ്പോൾ അതാണ് ഒരു വീടിൻ്റെ ഭംഗി വരുത്തുന്നത്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനൊരു അഭംഗി തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ റൂമൊന്ന് നോക്കുക, എന്നിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. ഒരു കട്ടിൽ, നമ്മൾ പിന്നെ നമുക്കൊരു സ്റ്റഡി ടേബിൾ വേണമെങ്കിൽ, എന്തെങ്കിലും ഒരു ടേബിൾ വേണമെങ്കിൽ ചെറുതായിട്ട്, അത് എവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുക, സൗകര്യം കിട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഏത് ഭാഗത്ത് വെക്കണം, ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലാണ് അത് ഭംഗി വരുത്തുക എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കട്ടോ. വെറുതെ നമ്മുടെ റൂമൊന്ന് നോക്കുക, നമ്മുടെ സിറ്റ് ഔട്ട് നോക്കുക, ഹോളൊന്ന് നോക്കുക, എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് വെക്കട്ടോ. നമ്മുടെ വീട് എപ്പോഴും കുറേ ഫ്രീ ആയി കിടക്കുമ്പോഴാണ് വീടിനൊരു വൃത്തി വരുത്തുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കട്ടോ.
രണ്ടാമത്തെ പോയിൻ്റ് എന്നുള്ളത് ഓർഗനൈസിങ് ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു സാധനം നമ്മൾ പരത്തിയിടരുത്. അതാണ് മെയിനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ ഒരു സ്പേസ്, നമ്മളൊരു സ്ഥലം കാണുക, എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണ്ട. നമ്മൾ എടുത്തിട്ട് തന്നെ ആ സാധനം അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഒരു കൊച്ചു വീടാണെന്നുണ്ടെങ്കിലും അതിനായിട്ട് നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ച് അത് എങ്ങനെ ഒതുക്കി വെക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ എന്നുള്ളത് നമ്മൾ കയറി വരുന്ന എൻട്രൻസ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെരുപ്പുകളൊന്നും പരത്തിടാതെ ഒരു ചെറിയ എവിടെയെങ്കിലും ഒരു സ്ഥലം അതിനായിട്ട് കാണാൻ ചെരുപ്പുകൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോടായാലും നമ്മളും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി വന്ന ചെരുപ്പുകൾ അവിടെ വെക്കുക. നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് ഒന്നും പരത്തിടരുത്, നമ്മളെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് ക്ലീൻ ആക്കിയിടുക. പിന്നെ നമ്മൾ ഉള്ളൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫേൻ്റെ മുകളിലൊന്നും ഇടരുത്. പിന്നെ നമ്മളെ ബെഡിൽ വസ്ത്രങ്ങൾ കൂടുന്ന സ്വഭാവങ്ങളുണ്ട്. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെഡിലേക്ക് വലിച്ചെറിയുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബെഡ് നീറ്റാക്കിയിടുക. രാവിലെ തന്നെ എണീറ്റ ഉടനെ ബെഡൊക്കെ നീറ്റാക്കിയിടുക. അങ്ങനെ നമ്മളെ വീടൊന്ന് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് വെക്കട്ടെ. നല്ല എല്ലാ സാധനങ്ങളും അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ അത് നമുക്കൊരു ശീലമായിട്ട് മാറും കേട്ടോ. നമ്മൾ ആ സാധനങ്ങൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ടൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മളെ ജീവിതത്തിലൊരു ശീലമായിട്ട് മാറും. അപ്പോൾ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഓർഗനൈസ്ഡ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സാധനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ പരത്തിയിട്ടിട്ട് നമ്മൾ വീടിൻ്റെ അകം അടിച്ചു വാരിട്ടോ തുടച്ചിട്ടോ ഒരു കാര്യമില്ല. അത് നമ്മളെ വീടിന് ഒരു ഭംഗിയോ വൃത്തിയോ ഒന്നും വരുത്തില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാധനങ്ങൾ അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് ഒതുക്കി വെച്ചിട്ട് എപ്പോഴും വീട് വൃത്തിയാക്കി കൊണ്ടുപോകാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ 2 പോയിൻ്റ് നമ്മൾ പ്ലാനിങ്, അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. പിന്നെ നമ്മൾ സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുക, സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുക. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നല്ല നീറ്റായില്ലേ, ഭംഗിയായി. പിന്നെ നമ്മൾ ചെറിയ പ്ലാന്റ്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയാവും. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കുക്കിംഗ് നീറ്റ്നെസ് ആണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് നീറ്റ്നെസ് മീൻസ് നമ്മൾക്ക് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല റിലാക്സായിട്ട് നല്ല വൃത്തി പോലെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗം എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ ആവുന്ന പാത്രങ്ങൾ ഇങ്ങനെ കുമിഞ്ഞ് കൂട്ടാതെ ആവുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ നമ്മളത് കഴുകി വെച്ച് കിച്ചണൊക്കെ നല്ല നീറ്റാക്കിയിട്ട് എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുക്കിംഗ് അങ്ങനെയാണ്, ഞാൻ എൻ്റെ വീഡിയോസിൽ പറയലുണ്ട്. ഒരുപാട് പാത്രങ്ങൾ കുമിഞ്ഞ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത ബോട്ടിൽസ് അവിടെ തന്നെ ഇട്ടു, അത് അപ്പം തന്നെ ഉടനെ തന്നെ നമ്മൾ വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ട് വെച്ചു. അങ്ങനെ നമ്മൾ കുക്കിങ്ങിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ കിച്ചണും നല്ല നീറ്റായിരിക്കും കേട്ടോ. എപ്പോഴും കിച്ചനാണ് ഒരു വീട്ടിലെ കുറേ മിസ്സായി കിടക്കുന്ന ഒരു ഭാഗം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതൊരു ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ കുക്കിംഗ് പെട്ടെന്ന് ഈസിയാക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കട്ടോ. നമ്മളെ കുക്കിംഗ് നമുക്ക് പെട്ടെന്ന് തീർത്താലാണ് നമ്മൾ കിച്ചൺ ക്ലീനാക്കി കിടക്കാൻ പറ്റുള്ളൂ. കുറേ നേരം കിച്ചണിൽ നിന്ന് നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ കിച്ചനാകെ നീറ്റ് അല്ലാതാവും കേട്ടോ. അപ്പോൾ ഞാൻ അടിക്കലും തുടക്കലൊക്കെ ഞാൻ കുക്കിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യൽ. ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് എല്ലാ ഭാഗവും വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ തുടക്കലിട്ട് അടിക്കലും തുടക്കലൊക്കെ. പക്ഷേ അങ്ങനെ നമ്മളിങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാലും ആരെങ്കിലും വീട്ടിൽ പെട്ടെന്ന് കയറി വന്നാലും വീടിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗവും ഒരുപോലെ വൃത്തിയുള്ളതായിരിക്കും. ഞാൻ ഈ കാര്യങ്ങളാണ് കുറേ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ജോലികൾ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് നാളേക്ക് എളുപ്പമാക്കാനുള്ളത് വെച്ചാൽ ആ രീതിയിലൊക്കെ തലേ ദിവസം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം നമുക്ക് പണിയെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്.
വീടിൻ്റെ മറ്റ് ഭാഗങ്ങൾ നമ്മൾ നീറ്റാക്കി കൊണ്ടുപോകണ പോലെ തന്നെ കിച്ചനും ഒരുപോലെ നമ്മൾ നീറ്റാക്കി കൊണ്ടുപോകട്ടോ. അങ്ങനെ നമ്മൾ പണിയെടുത്തിട്ടൊന്ന് ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് അടിപൊളിയാവും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മുറ്റത്ത് കുറച്ച് പ്ലാന്റ്സുകൾ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗങ്ങളും പറ്റി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്താൽ വീട് കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി 4ാമതായിട്ട് ഞാൻ പറഞ്ഞത് നമ്മളെ ക്ലീനിങ് ഷെഡ്യൂളാണ് കേട്ടോ. അപ്പോൾ 4ാമത്തെ പോയിൻറ്റ് ക്ലീനിങ് ഷെഡ്യൂൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങിനായിട്ട് നമുക്ക് ഓരോരോ സമയങ്ങൾ കാണട്ടെ. ഇന്ന പണി ഇന്ന സമയത്ത് എടുക്കുക എന്നുള്ളത് നമ്മളൊരു ശീലമാക്കിയിട്ട് കൊണ്ടുപോവുക. രാവിലെ എണീറ്റ ഉടനെ ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് അത് ചെയ്യുക. പിന്നെ അടുത്ത പണി എന്താണ് അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് പണിയെടുത്ത് ഇങ്ങനെ പോകട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികൾ നമുക്ക് പെട്ടെന്ന് തീർക്കാനും വേണ്ടി പറ്റും. വീടും പരിസരമൊക്കെ നല്ല വൃത്തിയുള്ളതുമായിട്ടിരിക്കും കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ ഉടനെ കിച്ചണിൽ കയറുമ്പോൾ ഞാൻ അലക്കാനുള്ളതും കൂടി മെഷീനിലിടലുണ്ട്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വസ്ത്രങ്ങൾ നമ്മൾ അലക്കാനുള്ള വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് ഒരു ലക്ഷണക്കേടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ പിന്നെ അതൊരു ബുദ്ധിമുട്ടും. നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് അലക്കാനുള്ള വസ്ത്രങ്ങൾ കുന്നുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഓരോ ദിവസത്തേതും അലക്കാനുള്ളത് രാവിലെ തന്നെ നമുക്ക് അലക്കിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ സമയങ്ങൾ നമ്മൾ കാണുക. ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ ജോലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉൾഭാഗം മാത്രമല്ല പരിസരങ്ങളും എല്ലാ ഭാഗവും ഒരുപോലെ വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ക്ലീനിങ്ങിൻ്റെ രീതി എന്നുള്ളത് നമ്മൾ ഇന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തുടക്കില്ല കേട്ടോ. ചില ദിവസം 2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ തുടക്കലുള്ളൂ. അപ്പോൾ നമ്മൾ വീട് നീറ്റാക്കിയിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ലാ വീടും അങ്ങനെ പറ്റില്ല കേട്ടോ. എല്ലാ ദിവസവും തുടക്കേണ്ട വീടുകളും ഒരുപാട് പണികളുള്ള വീടുകളൊക്കെ ഉണ്ടാവും. നമുക്ക് പറ്റണ പോലെ നമ്മുടെ പണികളൊക്കെ ഒന്ന് സെറ്റാക്കി വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് തുടക്കാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ ക്ലീനിങ്ങിനായിട്ട് ഓരോരോ അത് ഞാനിങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് ചെയ്യും, നാളെ അത് ചെയ്യും, അല്ലെങ്കിൽ ആ ഭാഗം ക്ലീനാക്കണം, അല്ലെങ്കിൽ ഈ ഭാഗം ക്ലീനാക്കണം, അങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ കാണലുണ്ട്. അങ്ങനെ തന്നെ ഞാൻ വീടിൻ്റെ പരിസര ഭാഗം ഞാൻ ഒരുപോലെ കൊണ്ടുപോകലുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗം നല്ല വൃത്തിയായിരിക്കണം അല്ലേ, അതും ഒരു ഭംഗിയാക്കിയിരിക്കണം നമ്മൾ. അപ്പോൾ അത് പറമ്പല്ലേ, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ സൈഡല്ലേ, വീടിൻ്റെ മുറ്റല്ലേ, അല്ലെങ്കിൽ ബാക്ക് ഭാഗമല്ലേ, അവിടെ അങ്ങനെ കിടന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. എല്ലാ ഭാഗവും ഒരുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്ലീനിങ്ങിനായിട്ടൊരു നമുക്കൊരു ഇത് വേണം, ഒരു ഓർഡർ വേണം. ഇന്നത് ഇന്ന സമയത്ത് ചെയ്യും. എല്ലാ പണികളും ഒരുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നിച്ചിട്ട് ഒരുപാട് പണിയെടുക്കുന്നതിനെക്കാട്ടും നമുക്ക് ഈസി ആയിട്ടുള്ളത് എല്ലാ ഭാഗവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടും സമയം ആവശ്യമുള്ളൊരു പണിയായി മാറും. അപ്പോൾ കുറേശ്ശായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ ഇതൊക്കെ ക്ലീനിങ്ങൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗം കാണാൻ നല്ല ഭംഗിയായിരിക്കും, വീടിൻ്റെ ഉൾഭാഗവും ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് വരട്ടെ. നമ്മൾ ആ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നടന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്തായാലും നമ്മളിങ്ങനെ വൃത്തിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തോന്നലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ നമ്മളൊന്ന് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. രാത്രിയിലെ കിച്ചൺ ക്ലീനിങ് മെയിനാണ് കേട്ടോ. നമ്മൾ രാത്രി എന്തായാലും കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റിട്ട് നമുക്ക് ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ്നെസ് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം. അപ്പോൾ രാവിലെ കിച്ചണിൽ വരാനും നമ്മളെ വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് നമ്മൾ കിച്ചണിൽ എപ്പോഴും പാത്രങ്ങളൊന്നും ഇടാതെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാ ഭാഗവും ക്ലീനാക്കി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് തുടച്ചിട്ട് നമ്മൾ ക്ലീനാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണികളുടെ ശല്യം ഈച്ചകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാനും പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ കിച്ചൺ ക്ലീനിങ് മെയിനാണ്. ഈ 4 കാര്യങ്ങൾ, ഞാനീ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടും പരിസരമൊക്കെ നല്ല ഭംഗിയുള്ളതും വൃത്തിയായിട്ടും എപ്പോഴും ഇരിക്കും. അത് നമ്മൾ കാണുന്നവർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും നമുക്കൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് നൽകുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻസുകൾ അറിയിക്കുക.
നിങ്ങളുടെ ക്ലീനിങ്ങും ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.